കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഭംഗിയുള്ള നമ്മളെ ക്രിസ്റ്റാന്തസ് പ്ലാന്റിൻ്റെ പരിചരണം, അതിൻ്റെ പോട്ടിങ്ങും നിറയെ തൈകൾ എങ്ങനെ കിട്ടുമെന്നൊക്കെ ആയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാരും കയറി കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ. അതായത് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്, പുതിയൊരു ഐറ്റം. പക്ഷെ നല്ല ഭംഗി, എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ പുറത്ത് വെള്ളം വീഴുമ്പോൾ ഭയങ്കര ഭംഗി, നല്ല രസമുണ്ട് ഇത്. എല്ലാത്തിനും ഓരോന്നിനും ഓരോ ഭംഗിയുണ്ട്. എന്താ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പെയിൻറ്റ് കൊണ്ട് വരച്ചത് കണക്ക്. ഇത് നല്ല കട്ടി കുറഞ്ഞിട്ടാണ്, ലീഫിന് ഒട്ടും കട്ടിയില്ല. പക്ഷേ ഇത് നല്ല കട്ടിയുണ്ട്. ഇതും അതിൻ്റെ വേറൊരു കളറ്, ഇതും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പ്ലാന്റാണ്. ഇതൊക്കെ നമ്മളെ നോർമൽ പണ്ട് മുമ്പൊക്കെ ഒരുപാടുള്ള വെറൈറ്റി. ഇത് നമുക്ക് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ലൂസുള്ള മണ്ണാണ് ആവശ്യം. അപ്പം മണലെടുത്തിട്ടുണ്ട്, മണ്ണ്, അല്പം ചാണകപ്പൊടി, സാഫ് കൂടെ ചേർത്തിട്ടുണ്ട്. സാഫ് കൂടെ ചേർത്തിട്ടാണ്. എല്ലുപൊടി കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതുപോലത്തെ ഹാങ്ങിങ് നമ്മളെ പോട്ടുണ്ടല്ലോ, തീരെ ചെറുതുമല്ല ഇത്തിരി വിസ്താരമുള്ള പോട്ട്, അതാണ് ഇത് കൂടെ നല്ലത്. പ്ലാന്റ്സൊക്കെ നല്ല ബുഷിയായിട്ട് വരാൻ, നിറയെ നല്ല തൈകളൊക്കെ നന്നായിട്ട് വരാനുമൊക്കെ ഈ പോട്ട് ഇങ്ങനത്തതാണ് എടുക്കേണ്ടത്. അതിൽ കുറച്ച് നമ്മൾ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് കല്ലിട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. നമുക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ഇതാണ്. ഇത് നമ്മൾ ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ടൊക്കെ അതിങ്ങനെ കുറച്ച് ഇതേ വരുള്ളൂ, വേരൊക്കെ അല്പേ കാണുള്ളൂ, ഇത്രയും മതി. ഇത് നമുക്ക് മരത്തിൻ്റെ തടിയിലൊക്കെ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാം. കുറച്ച് പോട്ടി മിക്സ് എന്തെങ്കിലും മതി, ഓവറായിട്ട് തോനെ വേണമെന്നൊന്നുമില്ല ഈ പ്ലാന്റിന്. വെള്ള പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ ഇത് കൂടെ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റ്. ഇതിന് വലിയ കെയറിങ് ആയിട്ട് വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ വലിയ കെയറിങ് ഒന്നും വേണ്ട. ഒരു പ്രശ്നവും പെട്ടെന്നൊന്നും ഉണ്ടാവാത്ത ചെടിയാണ് ഇത്. നമ്മൾ കൊണ്ടുവന്ന് നട്ടിട്ട് നോക്കാതിരുന്നാൽ ഇതങ്ങ് വളർന്നോളും. ഇതിന് എന്നും വെള്ളം വേണമെന്നുമില്ല, വല്ലപ്പോഴും മാത്രമായിട്ട് വെള്ളം കൊടുത്താൽ മതി. ഓവറായിട്ട് വെയിൽ വേണ്ട. മഴയത്തിരുന്നാൽ ഈ പ്ലാന്റ് ഒന്നും പെട്ടെന്നൊന്നും ചെയ്യില്ല. നല്ല ഭംഗിയില്ലേ പ്ലാന്റ് കാണാൻ. ഇതിന് വളമായിട്ട് കൊടുക്കേണ്ടത് NPK ആണ്. ഞാൻ NPK ആണ് സ്പ്രേ, എല്ലാ ഓർക്കിഡിനും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്യണ കൂട്ടത്ത് വല്ലപ്പോഴും ആണ് ഇതിന് NPK സ്പ്രേ ചെയ്ത് കൊടുക്കണം. NPK ഒക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്, നിറയെ തൈകൾ വരാൻ നല്ലതാണ്. നമുക്ക് തൈകൾ വരണത് ഇതുപോലെയാണ് വരണത്. നമ്മളെ പൈനാപ്പിൾ ചെടി കണക്കാണ്. ഇതിൻ്റെ അവിടെ ചെറിയൊരു പൂ പോലെ വന്നിട്ട് ഇതിൻ്റെ ഞെട്ട് ഭാഗം ഇതുപോലെ ഇവിടെ ഒരു ഫ്ലവർ പോലെ വരും. അത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോ കുഞ്ഞു തൈകൾ ഇങ്ങനെ പൊടിച്ചിങ്ങനെ മുളച്ചിങ്ങനെ വരാറുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വരാറുണ്ട്. നമുക്ക് കുറേ തൈകൾ നന്നായിട്ട് മുളച്ച് നമുക്ക് കിട്ടും. അപ്പോൾ കുറേ പേരുടെ സംശയമാണ് ഇതെങ്ങനെയാണ്, ഇത് വേരില്ലാതെ കിട്ടിയാലും മുളപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ കുറേ പേരുടെ സംശയമാണ്. ഈ പ്ലാന്റ് ഇത് പയ്യെ നമ്മളൊന്ന് അടർത്തിയെടുക്കാം. ഇത് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതിൽ റൂട്ടൊന്നുമില്ല, വെറുതെയാണ് പ്ലാന്റ് ഇങ്ങനെ കിട്ടും. ഇത് റൂട്ടൊന്നും ഉണ്ടാവില്ല ഇതിൽ. നമുക്ക് നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സിൽ നമുക്ക് ഇതിനൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല റൂട്ട് വന്നോളും. റൂട്ടില്ലാതെ ഈ പ്ലാന്റ് ഇങ്ങനെ ഇരുന്നാൽ ഇത് അഴുകി പോവുകയൊന്നുമില്ല.
കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് റൂട്ട് വന്നോളും, നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അതുപോലെ ഇതെല്ലാം ഇങ്ങനത്തെയൊക്കെ ഇതെല്ലാം നമ്മൾ അല്പം ഒന്ന് ബലം കൊടുത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പം തന്നെ ഇങ്ങനെ വരും. ഇതിലൊരല്പം റൂട്ടുണ്ട്. എല്ലാത്തിലും നമുക്കിങ്ങനെ കിട്ടണമെന്നില്ല, നമ്മൾ വെറുതെ ഒന്നിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ വരും. അതെല്ലാം നമുക്ക് അടർത്തി മാറ്റി വേറെ വേറെ പ്ലാന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബുഷി പോട്ടായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ്. എടുത്ത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ മീതെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ നിറഞ്ഞ് ഇത് വന്നോളും. ഒന്ന് അവിടെ ഇരുന്ന് തന്നെ പ്ലാന്റ്സ് നന്നായിട്ട് വളർന്നോളും. ഇതിലൊരു വൈറ്റ് കളറിൽ ചെറിയൊരു കുഞ്ഞു ഫ്ലവർ വരാറുണ്ട്. നല്ല ഭംഗിയല്ലേ? പ്ലാന്റ് ഒരിക്കലും തീരെ ഷെയ്ഡുള്ള ഭാഗത്ത് വയ്ക്കരുത്. എനിക്ക് നമ്മളെ ഈ ഡിസൈനൊന്നും അത്ര ക്ലിയറായിട്ട് കിട്ടൂല. ഇത്തിരി വെയിൽ വേണം. രാവിലത്തെ വെയിൽ ഒരു 11 മണി വരെയൊക്കെ ഉള്ള വെയിൽ കിട്ടിയാലേ ഇതിൻ്റെ ഈ കളർ നന്നായിട്ട് എടുത്ത് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീനിലോട്ട് പോയി വെള്ള കളറ് അങ്ങ് മാറും. ഈ പ്ലാന്റ്സിന് അത്ര കളർ കിട്ടില്ല, ഒരു നരച്ച കളറിലായിട്ടായിരിക്കും പോണത്. ഈ പ്ലാന്റ് കയ്യിലുള്ള എല്ലാ കൂട്ടുകാരും ഇത് പോട്ട് ചെയ്യണ സമയത്ത് അല്പം എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ചാണകപ്പൊടി ഇതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ നിറയെ തൈകൾ പെട്ടെന്ന് പൊട്ടി നിറയെ വരും. എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണേ. ഓക്കേ.